ഇൻവെസ്റ്റ്മെന്റ് ആയി കഴിഞ്ഞു. അതിൽ നിന്ന് മന്ത്ലി 1 lakh റിട്ടേൺ എടുക്കുന്നുണ്ട്. ഈ അടുത്ത ഇന്ന് ആദ്യം ഒരു ഏർലി ബേർഡ് ഞാൻ അശോക് സാറിനോട് പറഞ്ഞിട്ട് ഏകദേശം ഒരു 1 lakh വരെ അപ്രോക്സിമേറ്റ് അടിക്കാൻ പറ്റുന്നിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ എക്സ്പീരിയൻസിലുള്ളത്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള പുതിയ ആൾക്കാർ നമുക്ക് അറിയില്ലല്ലോ, ഇങ്ങനെ പരിചയമില്ലല്ലോ. അതുകൊണ്ട് അവരോട് പ്രത്യേകം ധൈര്യത്തിൽ എന്തായാലും രാജീവ് സാറിനും മനീഷ് സാറിനും വിശ്വസിക്കുക, അത് മാത്രം മതി. ധൈര്യത്തിൽ കൊണ്ടുപോവാ. പിന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജീവ് സാർ മട്ടന്നൂർ പോയിട്ടുള്ള കാര്യങ്ങൾ. സാറേ, എനിക്കന്ന് ഞാൻ ബേബിയാട്ടെന്ന് പറഞ്ഞ നമ്മളെ വടകര മീറ്റിങ്ങിൽ കൊണ്ടുവന്ന ആളുണ്ടല്ലോ. വടകര മീറ്റിംഗ് കൊണ്ടുവന്ന ആള് ശരിക്കും വീട്ടിലെത്തി അന്ന് വളരെ പോസിറ്റീവായിട്ട് പോയ ആള് വീട്ടിലെത്തി രാവിലെ വിളിക്കുമ്പോഴേക്ക് ഫുൾ നെഗറ്റീവായി. എന്താ കാര്യം പറഞ്ഞാൽ 2 മക്കളും പുറത്താണ്. മക്കൾ നെഗറ്റീവായി പറഞ്ഞു. എന്നാലും ഞാൻ മക്കള് ഇനി എന്നാ വരുന്ന ദിവസം ഞാൻ വീട്ടിൽ പോകും. ഞാൻ അയാളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് മട്ടന്നൂർ പറഞ്ഞ ആളെ നമ്മളെ ഇനിയും ഫോളോ അപ്പ് ചെയ്യുക, അയാൾ തിരിച്ചു വരും. ഓക്കെ സാർ, താങ്ക് യു. ഹലോ രാജീവ് സാർ. ഹലോ രാജീവ് സാർ. പറഞ്ഞോളൂ. രാജീവ് സാറേ, ഞാൻ എന്താണെന്ന് പറഞ്ഞാല് ഇപ്പം സാർ ഇപ്പൊ ഒരു 13 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തുവല്ലോ. അപ്പൊ എങ്ങനെയാണ് സാറിന് അതൊരു ധൈര്യം വന്നത്? ഒന്ന് പറഞ്ഞേ. ധൈര്യം വന്നു കഴിഞ്ഞാല് ഒരുപാട് ഞാൻ ബിസിനസ് ചെയ്ത് പല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടത്തിനോട് ഒന്നും കൂടി വരട്ടെ, വന്നോട്ടെ എന്നുള്ള ധൈര്യം തന്നെയാണ് ചെയ്തത്. അത് പോയാ പോട്ടെ, വന്നേട്ടെ എന്നുള്ള ആ ധൈര്യം ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാല് എൻ്റെ അടുത്ത് നിങ്ങളൊക്കെ പറയുമ്പോൾ ഇത്രയും ചെയ്തത് ഞാൻ വലിയ സംഭവം എന്നുള്ള മനസ്സിലായത് അന്നേരം രമേശ് സാറായിട്ട് പറഞ്ഞിരുന്നു ഇത്രയും ചെയ്ത കാര്യം. അത് എനിക്ക് ഏകദേശം ഞാൻ പല നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതായാലും അതിന്റെ കൂട്ടത്തിൽ കണക്കിൽ ഇതും കൂടി പെടുത്താന്ന് വെച്ചിട്ട് തന്നെയാണ് തുടക്കത്തിൽ ഇട്ടത്. എന്നാൽ അശോക് സാറിനോട് ഫോണില് ആ പൈസ കൈ കിട്ടിയ ദിവസം രാവിലെ ഞാൻ വിളിച്ച് സംസാരിക്കുമ്പോൾ കക്ഷി തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അതിനായിട്ട് നിങ്ങൾക്ക് പൈസ 10 ലക്ഷം 5 ലക്ഷം ഡെപ്പോസിറ്റ് എന്നാണ് അശോക് സാറിനെ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് വിളിച്ച് ഞാൻ നടന്ന് ഫോണിൽ വീട്ടിൽ നിന്നെല്ലാം സംസാരിക്കുന്നു. നടന്നു പോകുന്ന സംസാരിക്കുമ്പോൾ കക്ഷി പറഞ്ഞൊരു അശോക് സാർ കക്ഷി എന്നല്ല അശോക് സാർ പറഞ്ഞൊരു വേർഡുണ്ട്. ആ വേർഡ് നമ്മളെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ആ വിശ്വാസം നിങ്ങൾക്കും ഈ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വിശ്വസിക്കാം. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു. കാരണം ഈ ഒരു ഡിബേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടീം അംഗങ്ങൾക്ക് വലിയ രീതിയിൽ പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ നമുക്കൊരു വലിയ സാമ്പത്തിക നഷ്ടം വന്നു, ശരിയാണ്. പക്ഷെ ആ ഒരു സാമ്പത്തിക രമേശ് സാർ ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ രമേശ് സാർ. ആ ഒരു സാമ്പത്തിക നഷ്ടം നമുക്ക് കവർ ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റൊരു വലിയ രീതിയിൽ ചിന്തിച്ചാലേ നമുക്ക് പറ്റുള്ളൂ. അവിടെയാണ് രാജീവൻ സാറ് പറഞ്ഞ ആ റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യം. ആ ധൈര്യം കാണിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാജീവൻ സാർ വളരെ കോൺഫിഡൻസോടുകൂടി ഇവിടെ സംസാരിക്കുന്നത്. പണത്തിനെ സംബന്ധിച്ച് ഒരു സ്വഭാവമുണ്ട്. പണത്തിനെ വളരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ മാത്രമേ അത് ആ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ 5000 രൂപ കൊണ്ട് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5000 രൂപയുടെ ലാഭം കിട്ടും. 5 ലക്ഷത്തിന് ചെയ്താൽ 5 ലക്ഷത്തിൻ്റെ കിട്ടും. ഇവിടെ ഭയം, നമുക്ക് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആദ്യം ഒഴിവാക്കുക. ഇവിടെ അശോക്, ഞാൻ ആ കഴിഞ്ഞ മീറ്റിങ്ങിൽ പറഞ്ഞതാണ്, 100 കോടി രൂപ വരെ നമുക്ക് പിരിച്ചു കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നിലവിലുണ്ട്. ഏകദേശം 4 കോടിയെ പിരിച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ 96 കോടി കൂടി വളരെ ധൈര്യമായി പിരിക്കാം. ആരും വീട്ടിൽ വന്ന് അന്വേഷിക്കില്ല. അത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വടകര എന്ന് പറയുന്ന സ്ഥലം അത് എങ്ങനെയായി മാറും, അത് നിങ്ങളുടെ പേരിലായിരിക്കും. ഈ 100% വിശ്വാസം നമുക്കുണ്ട്. അത് തന്നെയാണ് നമ്മുടെ വിജയം. ഓക്കെ, താങ്ക് യു രാജീവ് സാർ, ഇന്നത്തെ മീറ്റിംഗ് വളരെ സമ്പുഷ്ടമാക്കിയതിന് താങ്ക് യു. രമേശ് സാർ, താങ്ക്സ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ സെഷൻ മീറ്റിംഗ് നല്ല ഗംഭീരമായിട്ടുണ്ട്. ഓരോ ദിവസവും മീറ്റിംഗ് നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ വടകര ടീം വലിയൊരു ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തത്. അത് ഏത് രൂപത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ഓരോരുത്തരും പ്രത്യേകം അതിനെപ്പറ്റി ആലോചിച്ചിട്ട് മുമ്പോട്ട് പോകണം. അതിന് പറ്റിയ ലീഡേഴ്സ് നമ്മളെ മുന്നിലുണ്ട്. ഓരോ അസോസിയേറ്റ്സിനും അതിന് വേണ്ടി അവർക്ക് എന്തെല്ലാം ടിപ്സ് കൊടുക്കണമെന്ന് അവർ അതിനെപ്പറ്റി ആലോചിച്ച് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. എന്നാണ് നമുക്ക് ഏപ്രിലിൽ നമുക്ക് വടകരയിൽ നിന്ന് ഒരു മെറ്റാക്രാറ്റ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയൂ. അപ്പോൾ ചെറിയ മാർജിനിൽ ഒരിക്കലും മെറ്റാക്രാറ്റ് പദവി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഇപ്പം മുതൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകണം. അതിന് പറ്റിയ 2 ലീഡേഴ്സ് നമുക്കുണ്ട്. അവരെ ഓരോ അസോസിയേഷനെയും പ്രത്യേകം കണ്ട് അവരെ കീഴിൽ അവരെ അണ്ടറിൽ അവരെ ചുറ്റുപാടിൽ എത്രത്തോളം അവർ ബിസിനസ് കിട്ടുമെന്ന് മനസ്സിലായിക്കൊണ്ട് അവർക്ക് പ്രത്യേകം വർക്ക് കൊടുക്കുക. ഓരോ അസോസിയേഷനും
പറ്റി മനസ്സിലാക്കിക്കൊണ്ട് വർക്ക് കൊടുക്കുക. അങ്ങനെ നല്ല നല്ല പ്രവർത്തനമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അടുത്ത മാസം നമുക്ക് മൊത്തത്തിൽ അശോക് സാറെ അതുപോലെ തന്നെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് വടകരയിൽ നിന്ന് നമുക്കൊരു മെറ്റാക്കാറ്റിനെ എത്തിച്ചുകൊണ്ട് അത് നമ്മുടെ ടീമിന് ഒരു മെറ്റാക്കാറ്റ് വടകരയിൽ വന്നു കഴിഞ്ഞാൽ ആ ടീമിന് മൊത്തം പ്രചോദനമാവും. പിന്നെ അങ്ങോട്ടുള്ള എല്ലാ അസോസിയേറ്റ്സിനും വെച്ചടി കയറ്റായിട്ടാണ് വരിക. അസോസിയേറ്റ് മെറ്റാക്കാറ്റ് ആയിക്കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ട് മാറും. വണ്ടിയൊക്കെ എടുത്ത് പിന്നെ അതേ രൂപത്തിൽ മുമ്പോട്ട് പോകും. നല്ല നിലയിൽ പോകുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഭയങ്കര ആവേശമായിട്ട് വരും. അതുകൊണ്ട് എല്ലാവരും ലീഡേഴ്സിൻ്റെ കൂടെ നിൽക്കുക. ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഇതിൽ പങ്കെടുത്ത പ്രത്യേകിച്ച് പറയുന്നില്ല. ഷാജി സാറ്, മനീഷ് സാറ്, നമ്മുടെ ഗസ്റ്റ് രാജീവൻ സാറിന് നല്ലൊരു കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും ഒരു ആവേശം തരുന്ന കാര്യമാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പൈസ ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താണ്. അയാളുടെ ധൈര്യത്തെ എന്തുകൊണ്ടും സമ്മതിക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരും, രാജീവ് സാറ്, രമേശ് സാറ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ പരിപാടി വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ.